മീ ടു ക്യാമ്പയിൻ തുടങ്ങി ജോലി നിഷേധം തൊട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ പലപ്പോഴായി പല കാര്യങ്ങൾ മലയാളം സിനിമയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ കുറ്റാരോപിതർ ആരൊക്കെയാണോ അവർക്കെതിരെ മലയാളത്തിന്റെ മനസ്സ് ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിലും മലയാള സിനിമാ മേഖലയുടെ ദിശ തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഒരു ക്യാമ്പയിൻ വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ സർക്കാർ പരസ്യമാക്കിയതിനു ശേഷം നടന്ന വെളിപ്പെടുത്തലുകളുടെ രൂപത്തിലാണ്. മുൻ കാലഘട്ടങ്ങളിൽ മലയാളം സിനിമയിലെ പല ഗ്രൂപ്പുകളെ കുറിച്ച് പലപ്പോഴായി പലരും പറഞ്ഞതും, ജോലി നിഷേധത്തെക്കുറിച്ച് നടൻ തിലകനും സംവിധായകൻ വിനയൻ പറഞ്ഞതും, കേസ് കൊടുത്ത് ജയിച്ചപ്പോഴൊക്കെ ഇന്നുള്ള കോലിളക്കങ്ങൾ ഉണ്ടാക്കാതെ മലയാള സിനിമാ സംവിധാനവും അമ്മ എന്ന താരസംഘടനയും കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോയി. പിന്നീട് നടന്ന ഏറ്റവും ഹീനമായ സംഭവം നടിക്ക് നേരെ ഉണ്ടായ ലൈംഗിക ആക്രമണവും അതിനെ തുടർന്ന് സിനിമാ മേഖലയെ നിയന്ത്രിച്ചിരുന്ന പ്രമുഖരുടെ മുഖമായ ഒരു നടനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുമാണ്. മലയാള സിനിമ മേഖല ഒരു കായകൽപ്പ ചികിത്സ നേടേണ്ടി വരും എന്ന് വരെ തോന്നും വിധം വാർദ്ധക്യത്തിലേക്ക് പോയെങ്കിലും ആ നടനും നടിക്കും ഒഴികെ മറ്റാർക്കും, പ്രത്യേകിച്ച് സിനിമാ സംവിധാനത്തിന് മൊത്തത്തിലും വലിയ കുഴപ്പങ്ങളില്ലാതെ ആ പ്രശ്നവും കടന്നുപോയി. അന്ന് ഉയർന്നു കേട്ട കുറച്ച് പേരുകളാണ് മട്ടാഞ്ചേരി മാഫിയ, മയക്കുമരുന്ന് മാഫിയ എന്നിവ. അവയുടെ മുഖമുദ്രയായിരുന്നു ഹൈപ്പറായ കുറച്ച് നടന്മാർ. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴായി ഉണ്ടെങ്കിലും അവരെയും അമ്മ സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മലയാള സിനിമ മുൻപോട്ട് പോകുവാനാണ് ശ്രമിച്ചത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടി 4-5 കൊല്ലം കഴിഞ്ഞ് സർക്കാർ കുറെ പ്രസക്ത ഭാഗങ്ങൾ പരസ്യമാക്കിയതിനു ശേഷം മലയാള സിനിമാ ലോകത്തെ നയിക്കുന്ന അമ്മ സംഘടനയുടെ തലപ്പത്തുള്ള കുറച്ചു പേർക്ക് നേരെ വരുന്ന പരാതികൾ അക്ഷരാർത്ഥത്തിൽ അമ്മ സംഘടനയെയും മലയാള സിനിമയിലെ ഉന്നത ശ്രേണിയിലുള്ള പലരെയും എന്നേക്കുമായി മലയാള സിനിമാ ലോകത്തുനിന്ന് മാറ്റി നിർത്തപ്പെടാൻ പാകത്തിലുള്ളതാണ്. ചിലരെ മാത്രം മുന്നം വെച്ച് വരുന്ന ഈ ആരോപണങ്ങൾ പൊടുന്നനെ വരുന്നതും കുറ്റകൃത്യം നടന്ന കാലഘട്ടം 10-15 കൊല്ലം മുൻപുള്ളതുമാണെങ്കിലും ആരോപണങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഹീനമായ ലൈംഗിക പീഡനവും ചില പുരുഷന്മാർക്ക് നേരെ ഉണ്ടായ പ്രകൃതി വിരുദ്ധ പീഡന പരാതികളും കുറ്റാരോപിതരെ എന്നേക്കുമായ ഒരു കയത്തിൽ തള്ളാൻ പാകത്തിലുള്ളതാണ്. കുറ്റാരോപിതർ മുഴുവനും അവരെ പിന്താങ്ങുന്നവരും ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും മലയാളിയുടെ മനസ്സിൽ ഇതെല്ലാം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നും മലയാള സിനിമയിൽ ഇതെല്ലാം നടക്കുമെന്നും ഉള്ളൊരു ചിന്ത തീർച്ചയായും ഉണ്ട്. തെളിവുകളുടെ അഭാവം ഒരുപക്ഷെ ഈ ആരോപണത്തിന്റെ മുന ഒടിക്കാൻ സാധ്യതയുണ്ടെങ്കിലും താരങ്ങളുടെ വിപണി മൂല്യം ഇതുകൊണ്ട് തകർന്നു പോകുക തന്നെ ചെയ്യും. അവരുടെ സിനിമകൾ വിജയിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യും. ആരോപണ വിധേയരായ നടന്മാരെല്ലാം അമ്മ എന്ന സംഘടനയുടെ പരമ്പരാഗത ലോബിയുടെ ഭാഗമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം, മീഡിയ മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചല്ല എന്നതും അതിനുശേഷമുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് മാത്രമാണ് എന്നതുമാണ്. എല്ലാ ദിവസവും ഓരോരോ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാം ഓടി ഒളിച്ച പോലെയായി കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുങ്ങിപ്പോയതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചയും പിന്നീട് ഉണ്ടാവേണ്ട തിരുത്തലുകളുമാണ്. സംവിധായകൻ വിനയന്റെ കേസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കൂട്ടി വായിച്ചാൽ സിനിമാ മേഖലയിലുള്ള 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. 2, പലരെയും വിലക്കുക, ജോലി നിഷേധിക്കുക, ഒരു ലോബിയുടെ കുപ്രവർത്തനം എന്നിവ. മൂന്നാമതായി വരുന്നതും ഏറ്റവും പ്രസക്തവുമായ കാര്യമാണ് ലഹരിയുടെ അതിപ്രസരം എന്ന് ഹേമ കമ്മിറ്റിയിലെ 3 കമ്മിറ്റി മെമ്പേഴ്സും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം. സിനിമാ മേഖലയെ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ വിഴുങ്ങാൻ ശക്തിയുള്ള ഒരു വലിയ വിപത്താണ് അവർ ചൂണ്ടിക്കാട്ടിയ ലഹരി എന്ന കാര്യം. അത് മലയാളം സിനിമയെ പതിയെ പതിയെ വിഴുങ്ങുന്നു എന്ന സത്യം. അത്ഭുതം എന്ന് പറയട്ടെ, ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് തുടക്കത്തിൽ ഉണ്ടായ കുറെ ചോദ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ആരെങ്കിലും ഈ ലഹരി ഡ്രഗ്സ് പ്രശ്നത്തെ ബോധപൂർവം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും, ഈ ലൈംഗിക ആരോപണങ്ങളിൽ ശരിക്കും ലഹരി എന്ന മഹാവിപത്ത് നമ്മളുടെ കാണാമറയത്തേക്ക് മറയുന്നുണ്ടോ എന്നും, ആരെങ്കിലും ഇത് ബോധപൂർവം ചെയ്യുന്നതാണോ എന്നും, മലയാള സിനിമാ വ്യവസായത്തെ മൊത്തത്തിൽ കയ്യിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നും രീതിയിലുള്ള ഒരുപാട് സംശയങ്ങൾ ഇന്ന് ജനമനസ്സുകളിൽ ബാക്കിയാവുകയാണ്. ഹേമ കമ്മിറ്റി ആവർത്തിച്ച് പറഞ്ഞ ലഹരിയുടെ മലയാളം സിനിമയിലെ ബന്ധം എന്താണ് ചർച്ചയാവാത്തത്? ഡ്രഗ്സ് ഉപയോഗിക്കുക, അതിന്റെ ക്യാരിയറായി പ്രവർത്തിക്കുക, ഡ്രഗ്സ് കള്ളക്കടത്ത് നടത്തുക, പുകവലിച്ചു മത്തുപിടിക്കുക, പോലീസുകാരെ വരെ കോമാളികളാക്കി അവതരിപ്പിക്കുക എന്നീ പ്രമേയങ്ങളുള്ള സിനിമകൾ ഇന്ന് മലയാള സിനിമയിൽ കൂടി വരികയാണ്. സമൂഹത്തിന്റെ വെറുപ്പിന് പാത്രമാവേണ്ട പ്രമേയങ്ങളെ സമൂഹത്തിൽ സാമാന്യവൽക്കരിക്കുക, ലഹരി ഉപയോഗിക്കുകയും അത് കടത്തുകയും അതിന്റെ വ്യാപാരം ചെയ്യുകയും ചെയ്യുന്ന നായക കഥാപാത്രങ്ങളെ സാമാന്യവൽക്കരിക്കുകയും വഴി മലയാളം സിനിമാ ലോകം ചെറുപ്പക്കാരെ ഇതിന്റെ ഉപയോഗത്തിലേക്കും ഇതിന്റെ ബിസിനസ്സിലേക്കും ക്ഷണിക്കുകയാണ്.
തിന്മയെ നന്മയായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ സാമാന്യമായി കാര്യം ആയി മാറിക്കഴിഞ്ഞു. സിനിമാ ലോകം, പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകം അതിന്റെ ഇരയാവുന്നത് സിനിമാ വ്യവസായത്തിന്റെ തനതായ പ്രത്യേകതകൾ കൊണ്ടാണ്. ഒന്ന്, തെറ്റുകൊണ്ടുണ്ടാകുന്ന പൈസ മുഴുവൻ വെളുപ്പിക്കാൻ സിനിമയോളം പറ്റുന്ന ഒരു വ്യവസായം വേറെയില്ല. രണ്ട്, ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം കിട്ടാൻ സിനിമയോളം പറ്റുന്ന ഒരു മീഡിയം വേറെയില്ല. പത്ത് കാശിന് പോലും കൊള്ളാത്ത പൊട്ടപ്പടം പോലും കോടികൾ നേടി എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് മണി വെളുപ്പിക്കാനാണോ എന്ന് അന്വേഷിക്കണം. ഈ മാഫിയ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും സമ്പത്തുണ്ടാക്കുന്ന ഒരു വലിയ ക്യാൻസറാണ് ഡ്രഗ്സ് മണി. അത് ഹവാല വഴി, ദുബായ് വഴിയോ മൗറിഷ്യസ് വഴിയോ ഭാരതത്തിൽ വരുന്നുണ്ടോ എന്നും അത് വെളുപ്പിച്ചു സിനിമാ മേഖല കൊടുക്കുന്നുണ്ടോ എന്നും അന്വേഷിക്കണം. പോസ്റ്റൽ നെറ്റ്വർക്കിനേക്കാൾ വിപുലവും വ്യാപ്തിയുമുണ്ടെന്ന് പലരും പറയുന്ന ലഹരി മാഫിയയുടെ കൈകൾക്കുള്ളിൽ മലയാള സിനിമ വരാൻ തുടങ്ങിയോ എന്ന് അന്വേഷിക്കണം. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണം പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഈ പ്രശ്നവും. ലൈംഗിക ആരോപണങ്ങളുടെ അതിപ്രസരത്തിൽ ഡ്രഗ്സ് എന്ന വിപത്തിനെ മൂടിവെക്കാൻ ഏതെങ്കിലും ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മലയാള സിനിമാ വ്യവസായത്തെ മുഴുവനായും കൈക്കലാക്കാൻ പുതിയൊരു ഗ്രൂപ്പ് നടത്തുന്നതിന്റെ ഭാഗമാണ് എന്ന് ന്യായമാർക്കും ആർക്കും സംശയിക്കാം. ഇതിന്റെ അണിയറയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ ശക്തരായിരിക്കും. അല്ലെങ്കിൽ ഒരു വലിയ മീഡിയ, രാഷ്ട്രീയ സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമോ? ഇതിൽ 1% സത്യമുണ്ടെങ്കിൽ അത് നമ്മൾ കരുതുന്നതിലും ഭയാനകമാണ്. അതുകൊണ്ട് ഇവിടുത്തെ പോലീസ്, കോടതി സംവിധാനങ്ങൾ ഇത് ഉടനടി അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള മലയാള സിനിമാ വ്യവസായത്തെ നയിക്കുന്ന ഗ്രൂപ്പ് എത്ര മോശക്കാരാണെങ്കിലും മയക്കുമരുന്ന് മാഫിയ എന്ന രാജ്യദ്രോഹികൾ അവരെ പോലെ തന്നെ വെറുക്കപ്പെടേണ്ടവർ തന്നെയാണ്. കാരണം അവർ നശിപ്പിക്കുന്നത് ഈ മഹാരാജ്യത്തെ തന്നെയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ മയക്കുമരുന്നിന് അടിമകളാക്കി രാജ്യത്തെ തന്നെ നശിപ്പിക്കാനും മയക്കുമരുന്ന് വ്യാപാരം കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മളുടെ രാജ്യത്തിന്റെ ഇക്കോണമി തന്നെ നശിപ്പിക്കുവാനും പല സംസ്ഥാനത്തിന്റെ ഭരണത്തിലെങ്കിലും നിർണായക സ്വാധീനം നേടാനും അവർക്ക് സാധിക്കും. ഈ പൈസയുടെ ഒരു വലിയ ഭാഗം പോകുന്നത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളായ വിഘടനവാദം, തീവ്രവാദം എന്നിവയ്ക്കാണ്. മത തീവ്രവാദത്തെ ലഘൂകരിക്കുകയും അനാർക്കി പ്രൊമോട്ട് ചെയ്യുകയും മയക്കുമരുന്നിനെ വിശുദ്ധനാക്കുകയും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ ഭീകരതയായി ചിത്രീകരിക്കുന്നതുമായ പ്രമേയങ്ങളെ നമ്മൾ എന്നും സംശയത്തോടെ തന്നെ കാണണം. കാരണം ഭരണകൂടം എന്നത് നമ്മൾ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല. അത് വേറൊരു ഭീകര സംവിധാനവുമല്ല. ലോകം മുഴുവനുള്ള മയക്കുമരുന്ന് വ്യാപാരം നിയന്ത്രിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്യ ശക്തികളും അവരുടെ കിഴക്കൻ ഏഷ്യയിലെ പണിയാളുകളുമായ താലിബാൻ, പാകിസ്ഥാൻ എന്നിവരും അറേബ്യൻ രാജ്യത്തെ ശക്തികളുമാണ് എന്ന് പലർക്കും അറിയാം. അവർക്കെതിരെ എമിറേറ്റ്സ്, സൗദി, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന കർശന നിയമത്തിന്റെ അഭാവം ഭാരതത്തിൽ അവരുടെ കളിത്തൊട്ടിലാക്കുന്നുണ്ട്. അതുപോലെ ഭാരതത്തിന്റെ ജനസംഖ്യ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡ് മൈനാണ്. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തതും അവിടുത്തെ കുടുംബ ബന്ധങ്ങളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കുന്ന ഈ നീചന്മാരുടെ കൂടെ സിനിമാ മേഖലയിൽ നിന്ന് ആരൊക്കെ നിൽക്കുന്നു എന്നും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും അവരുടെ വരുമാനത്തിന്റെ സ്രോതസ്സും രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ലൈംഗിക ഭ്രാന്ത് പിടിച്ച സിനിമാക്കാരെ പോലെ തന്നെ ഈ രാജ്യദ്രോഹികളെയും നമ്മൾ ഒറ്റപ്പെടുത്തണം. അവരെ തേടിപ്പിടിച്ച് കനത്ത ശിക്ഷയും കൊടുക്കണം. ഇക്കിളിപ്പെടുത്തുന്ന കഥകളിലെ രതിസുഖം മാത്രം നോക്കി നടക്കാതെ മലയാളി രാജ്യ താല്പര്യം കൂടി നോക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. Always remember, narcotics is a dirty business. Thank you so much.